ഹായ് കൂട്ടുകാരെ, നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നാം ഇന്ന് ഒരു കൊഞ്ച് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ബിരിയാണി കഴിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനായിട്ട് സ്വാഗതം. നമുക്കിന്ന് ഒരു ബിരിയാണി, കൊഞ്ച് ബിരിയാണി, പ്രോൺസ് ബിരിയാണി. 1/2 കിലോ ബിരിയാണി അരിയാണ് ഞാൻ ഇവിടെ, ബസുമതി അരി. നന്നായിട്ട് 3-4 വെള്ളം കഴുകി വൃത്തിയാക്കി ഈർപ്പമില്ലാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ വാർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഒരു 3-4 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത്. അതുപോലെ തന്നെ രണ്ട് വലിയ തക്കാളിയാണ്, വലിയ സൈസുള്ള തക്കാളി സ്ലൈസ് ആക്കിയത്. പിന്നെ നമ്മളിവിടെ 1/2 കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ നല്ല കൊഞ്ച് ക്ലീൻ ചെയ്ത് തോടൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് നമുക്ക് ഇവിടെ കഴുകിയിടാം. 1/2 കിലോ കൊഞ്ച്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ ഓരോ കഷ്ണം എടുത്ത്, പച്ചമുളക് 2-3 എണ്ണം അത് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് അത് അലങ്കരിക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് വേണം. അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതായത് മുന്തിരി, ഉണക്കമുന്തിരി, പിന്നെ ബിരിയാണി ലീഫ്, 2-3 പട്ട ചെറുതായിട്ട് മുറിച്ചത്, ഒരു തക്കോലം അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് പട്ട, പിന്നെ ഒരു തക്കോലം, പിന്നെ വന്നിട്ട് വലിയ ജീരകം, അത് പെരുംജീരകമെന്ന് പറയും, വലിയ ജീരകം, പിന്നെ 2-3 ഗ്രാമ്പ്, ഒരു ഏലക്ക. നമ്മൾ കുറേ സ്പൈസസൊക്കെ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഗരം മസാലയും പെരുംജീരകമൊക്കെ. പിന്നെ വേണ്ടത് ഒരു 100 ഗ്രാം ബട്ടർ, അത് നെയ്യ് വേണം. പാകം ചെയ്യുമ്പോൾ തന്നെ 100 ഗ്രാം നെയ്യ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായാൽ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവാള ഇട്ട് വഴറ്റും. നന്നായിട്ട് തന്നെ അത് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ വീഡിയോയും യാത്രയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത്. അപ്പോൾ നമുക്ക് സവാള ഒരു വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റട്ടെ. വഴന്ന് കിട്ടുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലെ അപ്ലോഡ് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് തന്നെ അടുത്തടുത്ത ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ അത് വഴന്ന് കിട്ടട്ടെ സവാള. ഒരു അടുപ്പിലോട്ട് ഒരു പാൻ ചൂടാകാൻ വയ്ക്കുക. പാൻ ചൂടാകുന്നത് വരെ പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. നമുക്കത് റൈസിൻ്റെ ജോലി നോക്കാം. സവാള അവിടെ വഴന്ന് വരട്ടെ. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം ഒഴിക്കേണ്ടത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ട് തന്നെ 1 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ അടുപ്പിട്ട് കൊടുക്കുന്നത്. നമുക്ക് ആ നെയ്യും കൂടെ ഇട്ടൊന്ന് ചൂടാക്കാം. ഇവിടെ ബ്രൗൺ നിറാകാറായി. ഇത് പോരാ, നമുക്ക് കുറച്ചുകൂടെ വഴന്ന് കിട്ടാനുണ്ട്. സവാള വഴന്ന് കിട്ടട്ടെ. നന്നായിട്ട് തന്നെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നെയ്യ് മെൽറ്റായി കഴിഞ്ഞ് നമുക്ക് അതിലോട്ടും ഓരോ ചേരുവകളായിട്ട് പട്ടയും അതുപോലെ തന്നെ ആ സ്പൈസസൊക്കെ നമുക്ക് ഇട്ടൊന്ന് ഒരൽപ്പം ചൂടാക്കാം. നന്നായിട്ട് കരിഞ്ഞൊന്നും പോകണ്ട. ചെറിയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കത് ചൂടായിട്ടുണ്ട്. വഴറ്റിക്കൊണ്ട് അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ചതച്ചത് നമുക്കതിലോട്ടിട്ട് വഴറ്റി കൊടുക്കാം.
അത് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര അളവിലാണ് ബിരിയാണി റൈസ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ച വെള്ളമില്ല, ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. മനസ്സിലായല്ല? ആ നമ്മൾ അരി എടുക്കുന്ന അതേ അളവിൽ തന്നെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഒന്നുകൂടെ ഇത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് 4-5 വെള്ളം കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം ഈർപ്പമൊന്നുമില്ലാതെ മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറിലാണ് വന്ന് അത് കോരി മാറ്റിയിട്ട് നമുക്ക് അടുത്ത് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഇതുപോലെ തന്നെ നമുക്ക് വഴറ്റി നമുക്കൊന്ന് കോരിയെടുക്കാം. വഴറ്റിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. വല്ലപ്പോഴും കൂടെ ഈ ബിരിയാണിയൊക്കെ കൊഞ്ച് സീസണൊക്കെ വരുമ്പോൾ, അതായത് പ്രോൺസിൻ്റെ സീസണൊക്കെ വരുമ്പോൾ ഇതുപോലൊരു ബിരിയാണി ഉണ്ടാക്കുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും കടയിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് റെഡിമെയ്ഡായിട്ടൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ നാടൻ രീതിയിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് ഉണക്കമുന്തിരി കൊടുത്ത് വഴറ്റാം. അതും കൂടെ വഴന്നിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. ഒന്നുകൂടെ കൂട്ടുകാരെ പറയുകയാണ്, ഞാൻ കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമുക്ക് അതൊക്കെ ഓരോന്നായിട്ട് ഇടാനുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് വേണ്ടത്. അത് നിങ്ങളെ ലൈക്കിലൂടെയും ഷെയറിലൂടെയും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നമുക്കിപ്പോൾ ആ കോരി മാറ്റിയ അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് ഒരൽപ്പം അതേ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യിൽ ഒഴിച്ച് വെളുത്തുള്ളി പച്ചമുളക് കൂട്ട് പച്ചമുളകിൻ്റെ പേസ്റ്റ് 3 ആയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതറിയാമല്ലോ, നമുക്ക് ഇതൊരു ആ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. കൊഞ്ചിൻ്റെ കൂട്ട് റെഡിയാക്കാനാണ്. നമുക്ക് ഒരു അടുപ്പത്ത് ബിരിയാണി റൈസത് വേണ്ടി വെച്ചിട്ടുണ്ട്, മൂടിയിട്ടുണ്ട്, അത് വെന്ത് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് കൊഞ്ച് റെഡിയാക്കാം. നമ്മളിപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നീളത്തിലാണ് നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് നമുക്കതിലേക്ക് ഗരം മസാല, നല്ലത് സ്പൈസസ് പൊടി, ഗരം മസാല പൊടികളൊക്കെ നമ്മൾ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. സ്പൈസസ് പൊടികളൊക്കെ വഴന്ന് വരട്ടെ. അതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. അത് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഇത്രയും കൂടെ നമ്മൾ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി പോരായിരുന്നു, ഞാനൊരൽപ്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട്. ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള നമുക്കതിലോട്ട് ഉള്ളി മാറ്റി വഴന്ന ഗോൾഡൻ നിറത്തിൽ നമ്മൾ സവാള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കോരി. അതിന് കുറച്ച് ഒരു ചെറിയ അരക്കപ്പ് സവാളയും കൂടെ നമുക്ക് അതിലിട്ട് വഴറ്റുന്നു. നമ്മുടെ ഈ ബിരിയാണി നോക്കിയില്ലല്ലോ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്കിനി കൊഞ്ച് ചേർത്ത് കൊഞ്ചിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ 2 അടുപ്പിലാണ് ജോലി നോക്കുന്നത്. നമുക്കത് അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മൾ ആ കൂട്ടിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കൊഞ്ച് കൂട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്.
കൊഞ്ച് റോസ്റ്റായി വരും. നല്ല ടേസ്റ്റിയായ കൂട്ടാണ് കേട്ടോ നൂഡിൽസ് ചീസ്. പറയാതിരിക്കാൻ വയ്യ. അപ്പം നമ്മൾ കൊഞ്ചല്ലേ, അപ്പോൾ അതല്പം വേവാനുണ്ട്. നമ്മളത് മൂടി വെച്ച് ഇങ്ങനെ ആവിയിൽ വേവിക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്കത് മൂടി വെച്ച് ഞാനത് ഇപ്പോൾ തുറന്ന് നോക്കി. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ അത് മൂടി വയ്ക്കാം. എല്ലാം ആയിട്ടുണ്ട്. കുറച്ച് കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. നമുക്കിനി ബിരിയാണി റൈസ് ഇതിലോട്ട് സെറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ. നമുക്കിത് ഒരല്പം ആ വെള്ളം വറ്റുന്നത് വരെയാണ് ഞാനങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് റൈസ് ഇട്ട് കൊടുക്കാം. ആ റൈസ് ഇടുമ്പോഴത്തേനും ആ നെയ്യും ആ ഓയിലും അതൊക്കെ ചേർന്ന് നമുക്കത് എല്ലാം സെറ്റായി കിട്ടും. ആ കൊഞ്ചിൻ്റെ ആ കൂട്ടിൻ്റെ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റി കിട്ടും. ആ ആവിയിൽ തന്നെ ഒരല്പം നേരം അരമണിക്കൂർ നമുക്കിത് മൂടി വയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് റൈസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബിരിയാണി അരിയൊക്കെ എല്ലാം ചോറൊക്കെ റെഡിയായി വരുന്നുണ്ട്. നമ്മളിതുപോലെ ഞാൻ 2 ലെയറായിട്ടാണ് ഇട്ടത്. അരിയുടെ മുകളിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സവാള ഗോൾഡൻ നിറമാക്കിയത് ഇതും കൂടെയൊക്കെ ഇട്ട് നമുക്കത് ഒന്ന് റെഡിയാക്കി. നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടെ നമുക്ക് മുകളിലോട്ട് വിതറിക്കോട്ട്. ബാക്കിയുള്ള സവാളയും എന്ത് ടേസ്റ്റാണെന്ന് അറിയാവോ? നമുക്ക് കഴിച്ച് നോക്കണം. വല്ലപ്പോഴും കൂടെ ഇതുപോലെ കൊഞ്ച് കിട്ടുവാണെങ്കിൽ, കൊഞ്ച് സീസൺ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കണം കൂട്ടുകാർ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നോക്കാം, ചിലപ്പം തൊണ്ടയ്ക്ക് കോൾഡ്, സംടൈംസ് തൊണ്ടയുടെ ചെറിയൊരു പ്രോബ്ലം. ഓക്കെ, ആ കൂട്ടുകാരെ ഒന്നുമല്ല, അത് ഇന്നലെ ഒരു ദിവസം മുന്നേ ടാബ്ലറ്റ് ഞാൻ മാറി കഴിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സൈഡ് എഫക്റ്റാണെന്ന് തോന്നുന്നു, തൊണ്ടയ്ക്ക് പ്രോബ്ലം. ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് ബിരിയാണി റെഡിയായി. നമുക്കൊരല്പം ഇത് ഒരു 20 മിനിറ്റോളം, 20 അരമണിക്കൂറിനാകും വെച്ച് നമുക്ക് ഇതൊന്ന് അല്പം ആവി കയറ്റിയെടുക്കാം. അതിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എന്ത് ടേസ്റ്റല്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി കോരിയെടുക്കാം. ഒരു പ്ലേറ്റിൽ കോരി എടുത്തിട്ടുണ്ട്. എന്താ കാണാൻ തന്നെ നല്ല വായിൽ വെള്ളം ഊറുക അല്ലേ. നമുക്ക് ഇതുപോലെ ഒരു ബിരിയാണി വല്ലപ്പോഴും കൂടെ കഴിക്കുക കൂട്ടുകാർ. നിങ്ങൾ ഈ ബിരിയാണി റെഡിയാക്കി നോക്കുക. ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയൊന്ന് നിങ്ങളുടെ കമൻസുകളൊന്ന് അറിയിക്കുക കൂട്ടുകാർ. നിങ്ങളുടെ കമൻസ് ഒന്നും കാണുന്നില്ല, നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് എന്താണോ അതനുസരിച്ച് തന്നെ നമുക്ക് ഇനി മാറ്റങ്ങൾ വരുത്താൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ബിരിയാണി. നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ സ്കിപ്പ് ചെയ്യരുത് കൂട്ടുകാരെ. അത് കാണുക, അവസാനം വരെ കണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.